നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് എന്ന ടെക്സ്റ്റിൽ നിന്നും പാർട്ട് 1ൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 പാർട്ടുകളിലായി നമ്മൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് വിജയനഗര ഭരണത്തെക്കുറിച്ചാണ്. ദി വിജയനഗര റൂൾ എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ 18ാമത്തെ പേജ്. അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമുക്ക് ബാക്കി ഇതുകൂടി നോക്കാം. ബാക്കി ഇനി അങ്ങോട്ട് വിജയനഗര ഭരണത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ക്വിസ് വീഡിയോസും ഒക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വിജയഭരണ അതിനെക്കുറിച്ച് കൂടി, അല്ലെങ്കിൽ നമ്മുടെ വിജയനഗര റൂൾ, വിജയനഗര ഭരണം, അതിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. Hope you have learned about the Mughal dynasty that ruled Delhi during the medieval period. അപ്പം നിങ്ങൾ മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഓൾസോ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ ഈ കാലഘട്ടത്ത് സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ഒരുപാട് രാജവംശങ്ങൾ അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ധാരാളം രാജവംശങ്ങൾ, ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് നിലനിന്നിരുന്നു. ദി മോസ്റ്റ് പ്രൊമിനൻറ്റ് എമോങ് ദം വാസ് ദി വിജയനഗര കിങ്ഡം. അപ്പോൾ അങ്ങനെയുള്ള രാജവംശങ്ങളിൽ മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ ഒരുപാട് വ്യത്യസ്ത രാജവംശങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത് വിജയനഗര കിങ്ഡം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വിജയനഗര ആൻഡ് ഹംപി. വിജയനഗര, സിറ്റി ഓഫ് വിക്ടറി, വാസ് ദി നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. വിജയനഗര എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയത്തിൻ്റെ നഗരം അല്ലേ, അതായത് സിറ്റി ഓഫ് വിക്ടറി എന്നാണ്. അപ്പോൾ വിജയനഗരം ഒരേ സമയം തന്നെ ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. വിജയനഗര വാസ് ദി നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം. ദി സിറ്റി വാസ് ഡെസ്ട്രോയിഡ് ഇൻ 5065 CE ആൻഡ് റിമൈൻഡ് ഓൺലി ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ. അതായത് CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനങ്ങളുടെ, പീപ്പിൾ അറിയാലോ, ജനങ്ങളുടെ മനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളിലെയും സോഷ്യൽ സയൻസിൻ്റെ വീഡിയോസ് ചെയ്യാമോ എന്ന്. ഞാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, മലയാളം മീഡിയത്തിനായിട്ടുള്ള സോഷ്യൽ സയൻസ് പഠിപ്പിച്ചുകൂടെ എന്ന്. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും കൂടി രണ്ട് കൂട്ടർക്കും പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് വായിച്ചിട്ട് തന്നെയാണ് മലയാളം ക്ലാസ് കൂടി പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ജനഹൃദയങ്ങളിൽ, അതായത് എന്നാണ് 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഇത് മനസ്സുകളിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്തു. മനസ്സിലായല്ലോ. ഇറ്റ് റിമൈൻഡ് ഇൻ ദെയർ പോപ്പുലർ മെമ്മറി ആസ് ഹംപി. അങ്ങനെ ഇത് ഏത് പേരിൽ, അവരുടെ ഓർമ്മയിൽ ഹംപി എന്ന പേരിലാണ് നിലനിന്നത്. വിജയനഗര എംപയർ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം. ദി റൂയിൻസ് ഓഫ് ഹംപി വെയർ ഡിസ്കവേർഡ് ഇൻ 1800 by colonial Mackenzie and an English East India Company officer. ആരാണ്? അതായത് 1800 കേണൽ മാക്കൻസി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ദിസ് ഡിസ്കവറി ഡ്യൂ ദി അറ്റൻഷൻ ഓഫ് ദി റിസർച്ചേഴ്സ് ടു ദി ഹിസ്റ്ററി ഓഫ് വിജയനഗര. അങ്ങനെ അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് റിസർച്ചേഴ്സ് അല്ലെ, അതായത് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞുതരാം. വിജയനഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റി ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ നഗരം എന്നാണ് അതിൻ്റെ ഒരു മീനിങ് തന്നെ. അപ്പോൾ ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു വിജയനഗരം. ഇനി 1565 CE എന്ത് ചെയ്യപ്പെടുന്നു? ഈ നഗരം നശിപ്പിക്കപ്പെടുന്നു. പിന്നീട് എന്ത് ചെയ്യുകയാണ്? ഇത് തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ജനങ്ങളുടെ മനസ്സിലൊരു ഓർമ്മ മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ അവരുടെ ഓർമ്മയിൽ വിജയനഗരം പിന്നീടുണ്ടായിരുന്നത് ഹംപി എന്ന പേരിലാണ് നിലനിന്നിരുന്നത്. പിന്നീട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഓഫീസറായിരുന്ന ആരാണ്? കേണൽ മക്കൻസി അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? 1800 ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. അങ്ങനെ അതിലൂടെയാണ്
വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടേ. അവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റെഡ് പോലെയുള്ള ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് വിജയനഗര സാമ്രാജ്യം. ആരുടെ കാലഘട്ടത്തിലാണ്? വിജയനഗര ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് കൃഷ്ണദേവരായ. അതായത് കൃഷ്ണദേവരായ രാജാവ് അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലുള്ള വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് അപ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഗജപതി, പിന്നെ ഏതാണ് ബിഡാർ, ഗുൽബർഗ, വിജയനഗർ, അങ്ങനെ കുറച്ച് വിജയനഗർ സ്റ്റേറ്റ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ വരുമ്പോൾ ലിസ്റ്റ് ഔട്ട് ദി പ്രസൻറ്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദി സിറ്റി ഓഫ് വിജയനഗര ഫ്രോം ദി എബോവ് മാപ്പ്. എന്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ ഈ ഭൂപടം നിരീക്ഷിച്ചതിന് ശേഷം വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പറയുക എന്നാണ്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഗജപതി, ബിഡാർ, അതുപോലെ ഗുൽബർഗ, വിജയനഗർ, പിന്നെ വിജയനഗര ആ സാമ്രാജ്യം, ഇതെല്ലാം ഇപ്പോൾ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗുൽബർഗ കർണാടകയിലാണ്, കർണാടക. ബിഡാർ അതും കർണാടകയിൽ. ഗജപതി ഒഡീഷയിലാണ്. പിന്നെന്താണ്? വിജയനഗർ കർണാടക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അവിടെ 3 എണ്ണമാണ് നമുക്ക് എഴുതാനായിട്ട് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് തൊട്ട് താഴേക്ക് നമ്മൾ വരുമ്പോൾ കിങ്സ് ഓഫ് വിജയനഗര. വിജയനഗര രാജാക്കന്മാർ, പ്രശസ്തരായിട്ടുള്ള വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. അതിൽ സംഗമ ഡൈനാസ്റ്റി, സംഗമ രാജവംശത്തിലെ ഭരണാധികാരികൾ ഹരിഹര, ബുക്ക. ഹരിഹരനും ബുക്കനുമായിരുന്നു സംഗമ രാജവംശം. പിന്നെ ഏതാണ്? സാലുവ ഡൈനാസ്റ്റി, സാലുവ വംശം, നരസിംഹ സാലുവ. പിന്നെ തുളുവ ഡൈനാസ്റ്റിയിലേക്ക് വരുമ്പോൾ തുളുവ വംശത്തിൽ വീരനരസിംഹൻ, അതുപോലെ കൃഷ്ണദേവരായർ, വീരനരസിംഹ ആൻഡ് കൃഷ്ണദേവരായ. നെക്സ്റ്റ് ആരാണ്? അരവിഡു വംശം അല്ലെങ്കിൽ അരവിഡു ഡൈനാസ്റ്റിയിലേക്ക് വരുമ്പോൾ തിരുമല വെങ്കിട ഫസ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് കിങ്സ് ഓഫ് വിജയനഗര രാജാക്കന്മാർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? സംഗമ, അതുപോലെ സാലുവ, തുളുവ, അരവിഡു. ഓക്കെ, നെക്സ്റ്റ് താഴെ നമുക്ക് നോക്കാം. അതിന് താഴേക്ക് നമ്മൾ വരുമ്പോൾ ദി വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 3036 CE ബൈ ദി ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ഹരിഹരനും ബുക്കനും ചേർന്ന്, 2 സഹോദരങ്ങളായിട്ടുള്ള ഹരിഹരൻ, ബുക്കൻ, ഇവർ ചേർന്നിട്ട് എന്നാണ്? CE 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ 1336 CE ബൈ ദി ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക. കൃഷ്ണദേവരായ, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടവും കൊടുത്തിട്ടുണ്ട്, 1509 to 1529. അപ്പോൾ അതുവരെയായിരുന്നു കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം. കൃഷ്ണദേവരായ വാസ് ദി മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദി പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര. വിജയനഗര സാമ്രാജ്യത്തിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി നമ്മൾ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1509 മുതൽ 1529 വരെയാണ്. ലെറ്റ്സ് നോട്ട് ദി വേർഡ്സ് ഓഫ് ദി യൂറോപ്യൻ ട്രാവലർ ബർബോസ എബൌട്ട് ഹിം. അപ്പോൾ ഒരു യൂറോപ്യൻ സഞ്ചാരിയായ ബർബോസ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. ആരെക്കുറിച്ച് പറഞ്ഞതാണ്? കൃഷ്ണദേവരായരെക്കുറിച്ച് പറഞ്ഞത്. The king allowed such freedom that anyone, irrespective of being Christian, Jew, Moor or heathen, can come and go and live according to his creed without being annoyed in any way. Equality was ensured by the judicial system present there. ആര് പറഞ്ഞ വാക്കുകളാണ്? ബർബോസ. അദ്ദേഹം എന്താണ് പറഞ്ഞ? പോർച്ചുഗീസ് ട്രാവലർ ആയിട്ടുള്ള ബർബോസ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? അതായത് ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറനെന്നോ അതുപോലെ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യാൻ, തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോകുന്നതിന് യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. അതുപോലെ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെ, അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ഈക്വൽ ആയിട്ടുള്ളതായിരുന്നു, സമത്വം നിലനിന്നിരുന്നതായിരുന്നു എന്ന് ആര് പറയുന്നുണ്ട്? പോർച്ചുഗീസ് ട്രാവലറായിരുന്ന ബാർബോസ പറയുന്നു. ഓക്കെ,
നോക്കാം ബാക്കി. He had extraordinary erudition and authored the works അമുക്തമാല്യത ആൻഡ് ജാമ്പവതി കല്യാണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള പാണ്ഡിത്യം, അത് പാണ്ഡിത്യത്തിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണം, ഈ കൃതികൾ. ഇവ നമുക്ക് നോക്കാം. ഇനി ബാക്കി കൂടി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഹി പ്രൊമോട്ടഡ് തെലുങ്കു, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. അദ്ദേഹം ഏതൊക്കെ ഭാഷകളെയാണ്? തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം ഈ ലിറ്ററേച്ചർ ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. മനസ്സിലായല്ലോ. ഇനി സ്കോളാസ് നോൺ ആസ് അഷ്ടദിഗ്ഗജാസ് അഡോൺ ദി കോർട്ട് ഓഫ് കൃഷ്ണദേവരായ. ഈ അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന, നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ, അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ ആരുടെ സദസ്സിലുണ്ടായിരുന്നു? ആരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നതായിരുന്നു? കൃഷ്ണദേവരായരുടെ. അപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അദ്ദേഹം നല്ല കഴിവുറ്റൊരു ഭരണാധികാരിയായിരുന്നു, അസാമാന്യമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും. പിന്നെ അദ്ദേഹം ഏതൊക്കെ സാഹിത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു? അതായത് തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പണ്ഡിതർ, അതായത് സദസ്സിലെ പണ്ഡിതരെ അറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗ്ഗജങ്ങൾ എന്നായിരുന്നു. ക്ലിയർ ആയല്ലോ. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പ്രിപ്പയർ എ നോട്ട് ബൈ കമ്പയറിംഗ് ദി റിലീജിയസ് പോളിസീസ് ഓഫ് അക്ബർ ആൻഡ് കൃഷ്ണദേവരായ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മുഗൾ സാമ്രാജ്യത്തിലെ അക്ബറിൻ്റെ മത നയത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയങ്ങളെ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. നമുക്ക് നോക്കാം. മൊണാർക്കി പ്രിവെയിൽഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ. അപ്പോൾ മൊണാർക്കി മീൻസ് രാജവാഴ്ച. ഇവരുടെ വിജയനഗര ഭരണത്തിൻ്റെ പ്രത്യേകത രാജഭരണം തന്നെയായിരുന്നു. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദി കൺട്രി വാസ് ഡിവൈഡഡ് ഇൻറ്റു മണ്ഡലത്തിന് നമുക്കറിയാം പ്രൊവിൻസസ്, മണ്ഡലം, നാടെന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ സ്ഥല, അത് സബ് ഡിസ്ട്രിക്റ്റുകൾ, വില്ലേജുകൾ. എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. രാജഭരണമായിരുന്നു കൃഷ്ണദേവരായരുടെ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലും ആ ഭരണകാലത്ത് നിലനിന്നിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ലെങ്കിൽ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യങ്ങളെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ പ്രവിശ്യകളായിട്ടും, അതുപോലെ ജില്ലകൾ എന്ന് പറയുന്നതിന് പകരം നമ്മൾ നാട്, അത് ജില്ലകൾ എന്ന അർത്ഥത്തിൽ. പിന്നെ എന്താണ് സ്ഥലം എന്ന് പറയുമ്പോൾ ഉപജില്ലകളായിട്ടും, ഗ്രാമം എന്ന് പറയുമ്പോൾ വില്ലേജ്, അങ്ങനെ എന്ത് ചെയ്തിരുന്നു? വിഭജിച്ചിരുന്നു. പല തട്ടുകളായിട്ട് അല്ലെങ്കിൽ പല എതിരായിട്ട് വിഭജിച്ചിരുന്നു. ദെയർ വാസ് ക്യാബിനറ്റ് ടു ഹെൽപ്പ് ദി കിങ്. അപ്പോൾ രാജാവിനെ സഹായിക്കാൻ ക്യാബിനറ്റ്, മന്ത്രിസഭ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ. ദി കിങ് ഹാഡ് ദി പവർ ടു ഡെമോട്ട് ആൻഡ് പണിഷ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ രാജാവിന് എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും, മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുള്ള അധികാരമൊക്കെ ആർക്കുണ്ടായിരുന്നു? രാജാവിനുണ്ടായിരുന്നു. ദെയർ വെയർ കോർട്സ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി നിർവഹണത്തിന് വേണ്ടിയിട്ട് വിവിധ തലങ്ങളിൽ എന്ത് സ്ഥാപിച്ചിരുന്നു? കോർട്സ് എന്ന് പറയുമ്പോൾ കോടതികൾ സ്ഥാപിച്ചിരുന്നു. മനസ്സിലായല്ലോ. ദി അപ്പീലേറ്റ് അതോറിറ്റി വാസ് ദി കിങ് ഹിംസെൽഫ്. എന്നാലും അപ്പീൽ അധികാരി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? രാജാവ് തന്നെയായിരുന്നു. മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് വെയർ ഡെൽറ്റ് വിത്ത് ബൈ ദി വില്ലേജ് കോർട്സ് ദംസെൽവ്സ്. അതായത് ചെറിയ കുറ്റങ്ങളുണ്ടല്ലോ, മൈനറായിട്ടുള്ള ചെറിയ കുറ്റങ്ങളും, പിന്നെ ലേബർ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ആരാണ്? ഗ്രാമത്തിലെ തന്നെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിന് വേണ്ടി രാജ്യങ്ങളെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകളായിട്ടും, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലം അഥവാ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. പക്ഷേ രാജാവിന് എന്ത് അധികാരം ഉണ്ടായിരുന്നു? മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായിട്ട് വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി ആര് തന്നെയാണ്? രാജാവ് തന്നെയായിരുന്നു. പിന്നെ ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം.
നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര. വിജയനഗരത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു? നായകന്മാരും അമരനായകന്മാരും. നായകാസ് ആൻഡ് അമരനായകാസ്. മനസ്സിലായല്ലോ. ഇനി ബാക്കി നോക്കാം. ദി മിലിറ്ററി കമാൻഡേഴ്സ് വെയർ നോൺ ആസ് അമരനായകാസ്. അമരനായകന്മാരെന്ന് പറയുന്നത് ആരെയാണ്? സൈനിക മേധാവികൾ. മിലിറ്ററി കമാൻഡേഴ്സിനെ അറിയപ്പെടുന്ന പേരാണ് അമരനായകാസ് എന്നറിയപ്പെട്ടിരുന്നു. ദി കിങ്സ് അലോട്ടഡ് ലാൻഡ്സ് നോൺ ആസ് അമര ടു ദം. അതായത് രാജാക്കന്മാർ ഇവർക്കായിട്ട് ലാൻഡ്, ഭൂമി എന്ത് ചെയ്യും? അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്? അമര. അപ്പോൾ അമരയുടെ നായകന്മാർ അമരനായകന്മാർ എന്നുള്ള അർത്ഥമാണ്. ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ്. അപ്പോൾ ഈ അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് ആര് തന്നെയാണ്? ഈ അമരനായകന്മാർ തന്നെയാണ്. അമരനായകാസ് ഹാഡ് ദി റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദീസ് ഏരിയാസ്. അപ്പോൾ ഈ ഏരിയകളിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നതിന്, നികുതി ശേഖരിക്കുന്നതിന് അല്ലെങ്കിൽ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ആർക്കായിരുന്നു? അമരനായകന്മാർക്കാണ് ഉണ്ടായിരുന്നത്. ദി അമരനായകാസ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു ദി കിങ്. ഇവരെന്ത് ചെയ്യണമായിരുന്നു? രാജാവിന് ഒരു നിശ്ചിത തുക നൽകണമായിരുന്നു. ദി ഓൾസോ മെയിൻറ്റെയിൻ എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജേഴ്സ്, ഇൻഫാൻട്രി, ഹോഴ്സസ് ആൻഡ് എലിഫൻസ്. അതായത് ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാൾ പടയാളികളുണ്ടല്ലോ, അപ്പോൾ കാലാളുകൾ, അതുപോലെ ഹോഴ്സസ് കുതിരകൾ, എലിഫൻസ് ആനകൾ, ഇവയൊക്കെ നിലനിർത്തണമായിരുന്നു. ദിസ് സിസ്റ്റം വാസ് കോൾഡ് ദി അമരനായക സിസ്റ്റം. ഈ സിസ്റ്റത്തെയാണ് അമരനായക സംവിധാനം എന്ന് അറിയപ്പെടുന്നത്. എന്താണ് അമരനായക സംവിധാനം? ദി അമരനായകാസ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു ദി കിങ്. അത് ഇതിൽ വരുന്നതല്ല. അതായത് അവർക്ക് നികുതി കൊടുക്കുന്നതിനെ പറ്റി പറയുന്നതാണ്. ഇനി പറയുന്നതാണ് അമരനായക സിസ്റ്റം എന്താണെന്ന്. അതായത് ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സെർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, ഹോഴ്സസ് ആൻഡ് എലിഫൻസ്. ദിസ് സിസ്റ്റം വാസ് കോൾഡ് ദി അമരനായക സിസ്റ്റം. അതായത് ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ ഇവയെ നിലനിർത്തണമായിരുന്നു. ഈ വ്യവസ്ഥയാണ് അമരനായക സംവിധാനമെന്ന് അറിയപ്പെടുന്നത്. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികളെയാണ് അമരനായകന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? രാജാക്കന്മാർ ഇവർക്കായിട്ട് എന്ത് കൊടുക്കുമായിരുന്നു? ഒരുപാട് ഭൂമി കൊടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഭൂപ്രദേശങ്ങൾ ഒരുപാട് അനുവദിച്ച് കൊടുത്തിരുന്നു. ഈ ഭൂമി എന്താണ് അറിയപ്പെട്ടിരുന്നത്? അമര എന്ന പേരിലാണ് ഈ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അമരയുടെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാർ. അത് പഠിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിരുന്നു? ഇവർ ആ പ്രദേശത്തിലുള്ള നികുതി പിരിക്കാനുള്ള അവകാശം ഇവർക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇവരെന്ത് കൊടുക്കണം? രാജാവിന് ഒരു നിശ്ചിത തുക കൊടുക്കണമായിരുന്നു. പിന്നെ ഇവരുടെ അമരനായക സംവിധാനം, അമരനായക സിസ്റ്റം എന്ന് പറയുന്നത് ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകളെയും കുതിരകളെയും ആനകളെയും ഒക്കെ അവർ നിലനിർത്തണം സ്വന്തമായിട്ട് സൈന്യത്തിൽ. അപ്പോൾ അതിനെയാണ് അവർ അമരനായക സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കമ്പയർ ദി ലിസ്റ്റ് ദി മാൻസബ്ദാരി അമരനായക പ്രാക്ടീസസ്. അതായത് മാനിസബ്ദാരി സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ, അക്ബർ ചക്രവർത്തിയുടെ സൈന്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മാനിസബ്ദാരി അതുപോലെ ഇവിടെ വിജയനഗരത്തിലുണ്ടായിരുന്ന അമരനായക, ഈ സമ്പ്രദായങ്ങൾ താരതമ്യം ചെയ്ത് ഒരു പട്ടിക തയ്യാറാക്കി എഴുതാനാണ്. നെക്സ്റ്റ് നോക്കാം. അടുത്ത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, ഇവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. സോഷ്യോ മീൻസ് സാമൂഹ്യം, എക്കണോമിക് മീൻസ് സാമ്പത്തികം. ഇനി നമുക്ക് നോക്കാം. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റസ് ആൻഡ് റിലീജിയസ്. നമ്മൾ അവരുടെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ സമൂഹം എങ്ങനെയുള്ളതായിരുന്നു എന്നറിയണം. അവരുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ, അതാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ ജാതി മത വിഭാഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് കാസ്റ്റസ് ആൻഡ് റിലീജിയസ്. ധാരാളം മതങ്ങളും ജാതികളും ഒക്കെ ഉണ്ടായിരുന്നവയായിരുന്നു. ബ്രാഹ്മിൺസ് വെയർ ദി ഡൊമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദി സൊസൈറ്റി. അതായത് സൊസൈറ്റിയിൽ, സമൂഹത്തിലെ മേധാവികൾ ആര് തന്നെയായിരുന്നു? ബ്രാഹ്മിൺസ് ആയിരുന്നു. ദേ വെയർ എൻറ്റൈറ്റിൽഡ് ടു ദി റവന്യൂ ഫ്രം ദി ലാൻഡ് അലോട്ടഡ് ടു ദി ടെമ്പിൾസ്. അതായത് ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ആർക്ക് അവകാശപ്പെട്ടതായിരുന്നു? ഈ
ബ്രാഹ്മിൺസിന് അവകാശപ്പെട്ടതായിരുന്നു. ബ്രാഹ്മിൺസ് യൂസ്ഡ് ടു ലെഡ് ദി റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറിമണീസ് ഇൻ ദി ടെമ്പിൾസ്. അപ്പോൾ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ അല്ലേ, അങ്ങനെയുള്ള മതപരമായ ചടങ്ങ് അവയ്ക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ആര് തന്നെയായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. ബ്രാഹ്മിൺസ് യൂസ്ഡ് ടു ലീഡ് ദി റിച്വൽസ് ആൻഡ് റിലീജിയസ് സെറിമണീസ്. റിലീജിയസ് സെറിമണി എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള അവർക്ക് ഉൾപ്പെടുന്ന മതപരമായ ചടങ്ങുകൾ. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എപ്പോഴും ആര് തന്നെയായിരുന്നു? ബ്രാഹ്മണരായിരുന്നു. അതർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി വെയർ മെയിൻലി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അപ്പോൾ ബ്രാഹ്മണർ കഴിഞ്ഞാൽ സമൂഹത്തിൽ മറ്റ് സെക്ഷൻസ്, മറ്റ് വിഭാഗത്തിലുണ്ടായിരുന്നവർ സമൂഹത്തിൽ പ്രധാനമായി ഏർപ്പെട്ടിരുന്നത് അഗ്രികൾച്ചർ, കൃഷി, ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും കച്ചവടം അല്ലേ, പിന്നെ അതുപോലെ തന്നെ എന്തും കൂടിയായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ കൈത്തൊഴിലുകൾ. ഇതിലൊക്കെയാണ് സമൂഹത്തിലെ മറ്റ് വിഭാഗത്തിലുള്ളവർ ഏർപ്പെട്ടിരുന്നത്. കിങ്സ് എംപ്ലോയിഡ് വിമൻ ടു പ്രിപ്പയർ അക്കൗണ്ട്സ് ഓഫ് ദി റോയൽ പാലസ് ആൻഡ് ഡെക്കറേറ്റ് ഗാർഡൻസ്. അതായത് രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ പൂന്തോട്ടമൊക്കെ അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. മനസ്സിലായല്ലോ, സ്ത്രീകളുടെ സേവനം അവർ പ്രയോജനപ്പെടുത്തിയിരുന്നു. പോളിഗമി പ്രിവെയിൽഡ് എമോങ് ദി വെൽത്തി. അതായത് വെൽത്തി എന്ന് പറയുമ്പോൾ സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിന് ഒന്നിൽ കൂടുതൽ ആളുകളെ ഭാര്യമാരായി വാഴിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബഹുഭാര്യത്വം അല്ലെങ്കിൽ പോളിഗമി എന്ന് പറയുന്നത്. ഒരാളിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ, അതാണ് പോളിഗമി. ചൈൽഡ് മാരേജ് ആൻഡ് ദി പ്രാക്ടീസ് ഓഫ് സതി വെയർ ഓൾസോ പ്രിവലൻറ്റ് ഇൻ സൊസൈറ്റി. ആ സമയത്ത് സതി സമ്പ്രദായവും അതുപോലെ ശൈശവ വിവാഹവും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. ശൈശവ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശൈശവ വിവാഹം അല്ലേ. നമുക്കറിയാം ചൈൽഡ് മാരേജ് ആക്റ്റിലൂടെയൊക്കെ എന്താണോ അതിനെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെയൊക്കെ മാറ്റി നമുക്ക് ഇന്ന് 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാവൂ, വിവാഹം കഴിക്കാവൂ എന്നൊക്കെ ഉണ്ടല്ലേ. മുമ്പ് കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള ആ പ്രായമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, വിവാഹം കഴിപ്പിച്ചയക്കുക, അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ പണ്ട് കാലത്ത് നമ്മളെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതാണ് നമ്മൾ ശൈശവ വിവാഹം എന്ന് പറയുന്നത്. ഇനി അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റേ ചൈൽഡ് മാരേജ് ആക്ട്, അതിൽ പ്രൊഹിബിഷൻ ആക്റ്റിലൂടെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി സതി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യണമായിരുന്നു? ആ ഭർത്താവിൻ്റെ കത്തുന്ന ചിതയിലേക്ക് എടുത്തു ചാടി ഭാര്യയും മരിക്കണം. അങ്ങനെ ആ സ്ത്രീ മരിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടെ അവരെ പിടിച്ചെടുത്ത് എവിടെ കൊണ്ടിടും? ആ തീയിലേക്ക് എറിയും. എത്ര വലിയ ദുരാചാരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അതായത് ഭർത്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ഭർത്താവിനെ അടക്കം ചെയ്യുന്ന ആ ചിതയിലേക്ക് എന്ത് ചെയ്യണം? ഭാര്യയും എടുത്തു ചാടണം. മനസ്സാലെ ആ ഭാര്യ അങ്ങനെ എടുത്തു ചാടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ ആ ഭാര്യയെ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ എടുത്ത് തീയിലേക്ക് എറിയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരേ സമയം തന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരേ സമയം ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെയും നഷ്ടപ്പെടും, അമ്മയെയും നഷ്ടപ്പെടും അല്ലേ. എത്ര വലിയൊരു ദുരാചാരമായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കിയത് ആരായിരുന്നു? നമുക്കറിയാം, നമ്മുടെ രാജാറാം മോഹൻ റായ് ആണ് നമ്മുടെ സതി സമ്പ്രദായം നിർത്തലാക്കുന്നത്. ആരുടെ? വില്യം ബെൻഡിക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ രാജാറാം മോഹൻ റായ് സതി സമ്പ്രദായം നിർത്തലാക്കി. ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ചൈൽഡ് മാരേജ് ആൻഡ് ദി പ്രാക്ടീസ് ഓഫ് സതി വെയർ ഓൾസോ പ്രിവലൻറ്റ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ സതി സമ്പ്രദായവും ശൈശവ വിവാഹവും ഒക്കെ കാണപ്പെട്ടിരുന്നു. ഇനി വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാം വിജയനഗരത്തെക്കുറിച്ച്. ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ഇൻ ദിസ് സ്ട്രീറ്റ് ലീവ് മെനി മെർച്ചൻസ് ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ആൾ സോർട്സ് ഓഫ് റൂബീസ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് എമറാൾഡ്സ് ആൻഡ് പേൾസ് and clothes that you may wish to buy. Then a fair where they sell horses and
ഹോഴ്സസ് ആൻഡ് ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ് ആൻഡ് വുഡ് നോക്കാം. അതായത് മുന്നോട്ട് പോകുമ്പോൾ ഗോയിങ് ഫോർവേഡ് യു ഹാവ് എ ബ്രോഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായിട്ടുള്ളൊരു തെരുവുണ്ട്. ഈ തെരുവിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി മെർച്ചൻസ്, വ്യാപാരികൾ ജീവിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് റൂബീസ്, ഡയമണ്ട്സ് ആൻഡ് എമറാൾഡ്സ്, പിന്നെന്താണ് പേൾസ് ആൻഡ് ക്ലോത്ത്സ്, മാണിക്യങ്ങൾ, മരതകങ്ങൾ, പവിഴങ്ങൾ, മുത്തുകൾ, തുണിത്തരങ്ങൾ, ഇതെല്ലാം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് അവിടെ കുതിരകളുണ്ട്, ഓറഞ്ച്, ഗ്രേപ്സ്, തടി, ഇതെല്ലാം വിൽക്കാം. അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമൃദ്ധിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ആര് പറഞ്ഞതാണ്? പോർച്ചുഗീസ് ട്രാവലർ ഹു വിസിറ്റഡ് വിജയനഗര. അദ്ദേഹത്തിൻ്റെ പേര് ഡൊമിംഗോ പായസ്. നെക്സ്റ്റ് നോക്കാം. ഹോപ്പ് യു ഹാവ് റീഡ് ദി ട്രാവലോഗ് ഗിവൺ എബോ. അപ്പോൾ മുകളിൽ തന്നിട്ടുള്ള സഞ്ചാരക്കുറിപ്പ് എന്നാണ് ഇവയെ നമ്മൾ പറയുന്നത് അല്ലേ. ആ സഞ്ചാരക്കുറിപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇനി ബാക്കി നോക്കാം. മെനി ട്രാവലേഴ്സ് ഹു വിസിറ്റഡ് ദാറ്റ് കൺട്രി റെക്കോർഡഡ് ദി ഗ്രാൻഡർ ആൻഡ് റിച്ച്നെസ് ഓഫ് വിജയനഗര. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒരുപാട് സഞ്ചാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദി മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദി പീപ്പിൾ വാസ് അഗ്രികൾച്ചർ. കൃഷി. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരുന്നു. സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് വെയർ കോമൺലി യൂസ്ഡ്. അവരുപയോഗിച്ചിരുന്ന ഇത് ഇവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളിലൊക്കെ വരുന്നതാണ്. അവർ സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായിട്ട് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇറിഗേഷൻ വാസ് പ്രൊവൈഡഡ് ഇൻ ദി ആരിഡ് ഏരിയാസ് അറൗണ്ട് വിജയനഗര. അതായത് വിജയനഗരത്തിൻ്റെ ചുറ്റുമായിട്ട് വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ അവർ എന്താക്കി? ജലസേചന സൗകര്യത്തിന് യോഗ്യമാക്കുകയുണ്ടായി. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ദി കമലപുരം ലേക്ക് കൺസ്ട്രക്റ്റഡ് ഇൻ 15th century CE. ഹിരിയാക്കനാൽ ആൻഡ് ദ ഡാം അക്രോസ് ദി തുംഗഭദ്ര റിവർ സ്ട്രെങ്തൻഡ് ദി അഗ്രികൾച്ചർ സെക്ടർ. അതായത് 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലപുരം കുളവും പിന്നെന്താണ് ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ എന്ത് ചെയ്യുകയുണ്ടായി? പുഷ്ടിപ്പെടുത്തുകയുണ്ടായി. മനസ്സിലായല്ലോ. അപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ പ്രൗഢിയെക്കുറിച്ച് പറഞ്ഞു, അവരുടെ തൊഴിൽ കൃഷിയായിരുന്നു എന്ന് പറഞ്ഞു. അവർ വസ്ത്രങ്ങൾ സിൽക്കും പരുത്തിയും കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അവരുടെ രാജ്യത്തിന് ചുറ്റും വരണ്ട് കിടന്നിരുന്ന എന്ന് പറഞ്ഞാൽ കൃഷിക്ക് അനുയോജ്യമല്ലാതെ വെള്ളമൊന്നുമില്ലാതെ കിടന്നിരുന്ന നിലം, അങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളെ അവർ ജലസേചന പദ്ധതികളിലൂടെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളം, ഹരിയ കനാല്, അത് ഹിരിയ കനാലാണ്, HIRIYA, ഹിരിയ, അത് ചേർത്താണ് എഴുതുന്ന ഹിരിയ കനാല്, തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ട്, ഇതൊക്കെ അവരുടെ അഗ്രികൾച്ചർ സെക്ടറിനെ, കാർഷിക മേഖലയെ എന്ത് ചെയ്യുകയുണ്ടായി? പുഷ്ടിപ്പെടുത്തുകയുണ്ടായി. മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ദി ലാൻഡ് വാസ് സർവേഡ് ആൻഡ് ടാക്സ് അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി. അതായത് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവയുടെ ഗുണനിലവാരം, ഉൽപ്പാദനക്ഷമത, അതിനനുസരിച്ചാണ് ഭൂമി എന്ത് ചെയ്തിരുന്നത്? സർവേ ചെയ്ത് അതിൻ്റെ നികുതി നിശ്ചയിച്ചിരുന്നത്. അപ്പാർട്ട് ഫ്രം ലാൻഡ് ടാക്സ്, ദി മെയിൻ സോഴ്സസ് ഓഫ് റവന്യൂ ടു ദി ഗവൺമെൻറ് വെയർ പ്രൊഫഷണൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്സ്. ഇവർ നടപ്പിലാക്കിയിരുന്ന അല്ലെങ്കിൽ അവർ നേടിയിരുന്ന അല്ലെങ്കിൽ വാങ്ങിയിരുന്ന വിവിധ തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ വരുന്നത് എന്തായിരുന്നു? ലാൻഡ് ടാക്സസിന് പുറമെ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവർ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പ്രൊഫഷണൽ ടാക്സുകൾ, പിന്നെന്താണ് ബിൽഡിംഗ് ടാക്സുകൾ. ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വീടുകൾക്കും കെട്ടിടത്തിനും ഒക്കെ എടുക്കുന്ന നികുതി. പിന്നെന്താണ്? വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസ്, പിന്നെ കോടതി ശിക്ഷ അനുസരിച്ച് കിട്ടുന്ന ഫീസ്, അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളായിരുന്നു. ദി ലാൻഡ് was surveyed and taxes according to productivity. Apart from the land tax, ഈ ലാൻഡ് ടാക്സ് കൂടാതെ the main sources of revenue to the government were professional tax, building tax, license fees of various kinds and fines imposed by courts. Next,
വിജയനഗര ഡെവലപ്ഡ് ഇൻറ്റു എ മേജർ ട്രേഡിംഗ് സെൻറ്റർ. അങ്ങനെ വിജയനഗര സാമ്രാജ്യം ഒരു വലിയ വ്യാപാര കേന്ദ്രമായിട്ട് വികാസം പ്രാപിക്കുകയുണ്ടായി. ട്രേഡേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഫ്ലോക്ക്ഡ് ടു ദി ഫേമസ് സിറ്റി ഓഫ് വിജയനഗര. അങ്ങനെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട പ്രശസ്തമായിട്ടുള്ള വിജയനഗരത്തിൽ എത്തിച്ചേരുകയുണ്ടായി. മനസ്സിലായല്ലോ. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. ഭരണാധികാരികളാണെങ്കിൽ എങ്ങനെയുള്ളവരായിരുന്നു? വിദേശ വ്യാപാരത്തെ ഈ ഭരണാധികാരികൾ എന്ത് ചെയ്തിരുന്നു? പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദ റൂളേഴ്സ് ഗ്രേറ്റ്ലി എൻകറേജ്ഡ് ഫോറിൻ ട്രേഡ്. വിദേശ വ്യാപാരത്തിന് ഇവർ വളരെയധികം പ്രോത്സാഹനം നൽകിയിരുന്നു. ദി പോർച്ചുഗീസ് ആൻഡ് ദ അറബ്സ് ഹാഡ് മൊണോപ്പൊളി ഓവർ ഫോറിൻ ട്രേഡ്. അങ്ങനെ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അറബികളും പിന്നെ ആരാണ്? പോർച്ചുഗീസുകാരും. ഇവർ വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കും അറബികൾക്കും ആയിരുന്നു. ട്രേഡ് വാസ് ഓൾസോ ഡൺ വിത്ത് ചൈന ആൻഡ് ശ്രീലങ്ക. ഇവർ കച്ചവടം പ്രധാനമായിട്ടും വ്യാപാരം നടന്നിരുന്നത് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടായിരുന്നു? ചൈന, ശ്രീലങ്ക, ഈ 2 രാജ്യങ്ങളുമായിട്ട് ആയിരുന്നു. അപ്പോൾ വിജയനഗര സാമ്രാജ്യം വ്യാപകമായിട്ട് വളരെ വ്യാപാര കേന്ദ്രമായി തന്നെ വളരെ വ്യാപകമായി അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? വ്യാപാരികൾ ഈ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികളും എന്തിനെ പ്രോത്സാഹിപ്പിച്ചു? ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇതിൻ്റെ വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു. അങ്ങനെ ഇവർ കച്ചവടം ചെയ്തിരുന്നത് കൂടുതലായിട്ടും ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ട് ആയിരുന്നു. ബാക്കി നോക്കാം. ദി ട്രേഡ് ഓഫ് ഹോഴ്സസ് ബ്രോഡ് ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ വാസ് മെയിൻലി ഡൺ ബൈ ദി അറബ്സ്. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായ ആരാണ് നടത്തിയിരുന്നത്? അറബികളാണ് നടത്തിയിരുന്നത്. ഹോഴ്സസ് വെയർ ആൻ ഇമ്പോർട്ടൻ്റ് ഐറ്റം ഓഫ് ട്രേഡ്. കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ത് തന്നെയായിരുന്നു? കുതിരകൾ തന്നെയായിരുന്നു. ലോക്കൽ ട്രേഡേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹോഴ്സ് ട്രേഡിംഗ് വെയർ നോൺ ആസ് കുതിരച്ചെട്ടീസ്. എന്താണ്? അതായത് കുതിരച്ചെട്ടീസ്, കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്നത് കുതിരച്ചെട്ടികൾ എന്നായിരുന്നു. ഗ്രാജുവലി ദി പോർച്ചുഗീസ് പുഷ്ഡ് ഔട്ട് ദി അറബ്സ് ആൻഡ് ടുക്ക് കൺട്രോൾ ഓഫ് ദിസ് ട്രേഡ്. പിന്നീട് കാലക്രമേണ അറബികളെ എന്ത് ചെയ്യാൻ തുടങ്ങി? പിന്തള്ളിക്കൊണ്ട് പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇൻകം ഫ്രം ട്രേഡ് സ്ട്രെങ്തൻ ദി നാഷൻസ് എക്കണോമി. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം വിജയനഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്ട്രെങ്തൻ എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തുകയുണ്ടായി. ചൈനീസ് പോട്ടറി ഫൗണ്ട് ഇൻ ദി സിറ്റി ഇൻഡിക്കേറ്റ്സ് ട്രേഡ് റിലേഷൻസ് വിത്ത് ചൈന. അതായത് നമുക്കറിയാം ചൈനീസ് മൺപാത്രങ്ങൾ വളരെ പ്രശസ്തമായതാണ് അല്ലേ. അപ്പോൾ ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തെ, കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ നഗരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ ഈ ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കൾ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ അവശേഷിച്ചിട്ടുള്ള ചൈനീസ് മൺപാത്രങ്ങൾ തെളിവ് തരുന്നത് ചൈനയുമായിട്ട് നല്ലൊരു ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കി തരുന്നത്. ഇനി കൾച്ചറൽ ലൈഫ്, നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരികതയെക്കുറിച്ചാണ്. അതായത് അവിടെ ഒരു രാമക്ഷേത്ര, നോക്കി ഏതാണെന്ന്, ഹസാര രാമ ടെമ്പിൾ ഹംപിയിലെ ഒരു പ്രശസ്ത ക്ഷേത്രമായിരുന്നു. നോക്കാം, ഹസാര രാമക്ഷേത്രം. മറ്റൊരു പിക്ക് എന്തിൻ്റെയാണ്? വേറൊരു ഇമേജ് തന്നിട്ടുള്ള വിത്തല സ്വാമി ടെമ്പിൾ, ഹംപിയിലെ തന്നെ മറ്റൊരു ക്ഷേത്രമാണ് വിത്തല സ്വാമി ക്ഷേത്രം. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് കൂടി നോക്കാം. ഒരു പേജ് കൂടിയേ ഉള്ളൂ, അതുകൂടി നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദി വിജയനഗര പീരിയഡ് ദി കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയ പുരോഗതി കൈവരിച്ചു. വിജയനഗര പീരിയഡിൽ, കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പുരോഗതി ഉണ്ടാവുകയുണ്ടായി. മെനി സ്കൂൾസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കുന്നതിന് വേണ്ടി ധാരാളം സ്കൂളുകൾ ആരംഭിക്കുകയുണ്ടായി. ദി വിജയനഗര പീരിയഡ് വിറ്റ്നസ്ഡ് അൺപ്രസിഡൻറ്റഡ് ഗ്രോത്ത് ഇൻ ദി ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. ഏതൊക്കെ മേഖലകളിലാണ്? കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച വിജയനഗര കാലഘട്ടത്തിൽ ഉണ്ടായി. ആർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, ആർട്ട്, കല, പിന്നെ
ആർക്കിടെക്ചർ, വാസ്തുവിദ്യ അല്ലേ, സ്കൾപ്ചർ, ശില്പകല, പിന്നെ ലിറ്ററേച്ചർ, സാഹിത്യം, മ്യൂസിക്, സംഗീതം, ഈ മേഖലകളിലൊക്കെ. കിങ്സ് ലൈക്ക് കൃഷ്ണദേവരായ വെയർ പാട്രൺസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും ലിറ്ററേച്ചറിൻ്റെയും ഒക്കെ സംരക്ഷകരായിരുന്നു. മനസ്സിലായല്ലോ, അതിനെയൊക്കെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ദ ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ, അതായത് ദ്രാവിഡ ശില്പരീതി. ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ദ്രാവിഡ ശില്പരീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വാസ് ഡൊമിനൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. കൂടുതലായിട്ടും അന്ന് പ്രാബല്യത്തിലുണ്ടായിരുന്നത് ദ്രാവിഡ ശില്പ രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് വിജയനഗര സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ വാസ് ദി ജിജാനിക് ടെമ്പിൾ ഗേറ്റ്സ് നോൺ ആസ് ഗോപുരംസ്. അതായത് ഇവരുടെ ആ കാലഘട്ടത്തിൽ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. വീണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിരൂപാക്ഷ ടെമ്പിൾ, ഹംപിയിലെ തന്നെ വിരൂപാക്ഷ ക്ഷേത്രം, ലോട്ടസ് മഹൽ ഹംപി, ഇതെല്ലാം അവിടെ തന്നെ ഉള്ളതാണ്. എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ ഇവയെല്ലാം. നോക്കാം. ദി ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഓൾസോ മെയ്ഡ് ട്രമൻഡസ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അങ്ങനെ സാഹിത്യ രംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് ലിറ്ററേച്ചർ വാസ് ദി മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. അപ്പോൾ ആ കാലഘട്ടത്തിൽ തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതലായിട്ട് വികാസം പ്രാപിച്ചിരുന്നത്. ന്യൂമറസ് സാൻസ്ക്രിറ്റ് വർക്ക്സ് വെയർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെനി റീജിയണൽ ലാംഗ്വേജസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച്. പിന്നെ വരുന്നത് അവിടെ ഒരു തുടർ പ്രവർത്തനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന വിശദീകരണം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ അതിലൂടെ തൊട്ടടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.